ഇനി ഏറമാണ് ചെയ്തത്, ഇനി നീ അടുത്തത് ഏത് ചെയ്യും, ഇതിലും വലിയ സാധനം ചെയ്യണ്ടേ എന്നുള്ള ചോദ്യങ്ങള്. ഭീഷണി പോലെ അതൊരു ചാലഞ്ചിങ് നിൽക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങള് ഇത് കുറച്ച് നാളിരുന്നിട്ട് ഒരു 8-9 പരിപാടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ മൊത്തത്തിൽ. 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് വരും, ടൈം ഡിലേസ് വരും. ഇപ്പം നമ്മൾ സാധാരണ ക്യാമറ കൊണ്ട് കടന്ന് ഷൂട്ട് ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തുടർന്നും ചെയ്യുമ്പോഴും ഇതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. അജയൻ വിളക്കെടുത്ത് കഴിഞ്ഞ സിനിമ തീർന്നല്ലോ. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ എന്ത് വേണോ കാണിക്കാന്നുള്ള ലിബർട്ടിയിലാണ് ആ പോർട്ടൽ ഓപ്പണിംഗ് വെച്ചേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ള ഒരു അടുത്തൊരു നാടൻ ഏലിയൻ ഇൻവേഷൻ. ARM ഡയറക്ടർ ജിതിൻ ലാൽ നമുക്കൊപ്പം. ഹായ് ജിതിൻ. ഹായ്. ഈ 8 വർഷത്തോളം ജോലിയെടുത്ത സിനിമ ഇറക്കി. ഇപ്പോൾ ഓണം ബ്ലാസ്റ്റ് എന്നായിരുന്നു ജഗദീഷ് ഏട്ടൻ പറഞ്ഞത് നമ്മുടെ ഇൻ്റർവ്യൂവിൽ, ആദ്യം പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൽ. അതുപോലെ തന്നെ സംഭവിച്ചു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പ്രൊഡ്യൂസർ ഹാപ്പി അല്ലേ? പ്രൊഡ്യൂസർ ഹാപ്പിയാണ്. ഇപ്പോഴും ജിതിൻ്റെ ഓരോ പോസ്റ്റുകളിൽ നിന്നും ആ ആവേശം ഇതുവരെ അടങ്ങിയിട്ടില്ല അല്ലേ? അങ്ങനെയല്ല, അത് നമ്മൾ ആ ഒരു സക്സസ് എൻജോയ് ചെയ്യണമല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ പക്ഷെ ഞാനങ്ങനെ ടൂ മച്ച് എക്സൈറ്റഡോ ടൂ മച്ച് സ്ട്രെസ് ഔട്ടോ ആവാത്ത ഒരാളാണ്. അപ്പം ഞാൻ എപ്പോഴും ആ ഒരു ന്യൂട്രൽ ഒരു സ്റ്റേറ്റ് ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. ഈ രാജസ്ഥാനിൽ സിനിമ കളിക്കുന്ന ആ ഒരു പോസ്റ്റർ കണ്ടിരുന്നു ഇന്നിട്ട്. എനിക്ക് ഇങ്ങനെ ഒരാൾ, അത് ഒരു ഡയറക്ടറാണ്, അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എനിക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയത്. നമ്മള് ഇപ്പം എല്ലാവരും വിചാരിക്കും ഈ ബുക്ക് മൈ ഷോയിലുള്ളതാണ് യഥാർത്ഥ കളക്ഷനും യഥാർത്ഥ ഇതും. സാധാരണ കൗണ്ടർ സെയിലും ഇപ്പോഴും അങ്ങനത്തെ നോർമൽ തിയേറ്റർ, ഈ ഇടയ്ക്ക് തന്നെ സുജിത്തേട്ടൻ തന്നെ എൻ്റെ അടുത്ത് കാസർഗോഡുള്ള പാക്കനാർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. അവിടെ ഇപ്പോഴും AC ഒന്നും ഇല്ല. സ്റ്റിൽ 25 വർഷത്തിന് ശേഷം ഇത്രയും തിരക്കുള്ള മീൻസ് ഇങ്ങനെ തിരക്ക് വന്നിട്ടില്ല എന്ന് അവിടുത്തെ തിയേറ്റർ ഓണർ പറയുന്നുണ്ട്. ലൈക്ക് അങ്ങനെ നല്ല സ്ക്രീനും നല്ല പ്രൊജക്ടേഴ്സും ഒക്കെ തന്നെയാണ്. ഇപ്പോഴും ഉണ്ട്. ഫാനൊക്കെ ഇട്ടിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഷൂട്ടൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ ഇന്നലെ മറ്റേ ജപ്പാനിൽ ഷോസ് കഴിഞ്ഞിട്ട് മറ്റേ ജാപ്പനീസ് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ തിയേറ്റർ വിസിറ്റുകളൊക്കെ തീർത്തോ അതോ ഇപ്പോഴും ഇടയ്ക്ക് പോകുന്നുണ്ട്? അല്ല, ഇടയ്ക്ക് ഇങ്ങനെ ടോവിക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പോകുന്നുണ്ട്. ഞങ്ങള് ഏതെങ്കിലും ഷോ കഴിയുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. മറ്റേ ആ ക്ലൈമാക്സ്, ആ ടെയിലെൻഡ് പോർഷൻ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അകത്തോട്ട് കയറുന്നു. അങ്ങനെ അതൊരു ഭയങ്കര ഹൈ ആണല്ലോ കിട്ടാൻ. ടോവി എന്താ പറയുന്നത്? വളരെ എല്ലാരും ഹാപ്പിയാണ്. ഭയങ്കര നമ്മള് ഇതിനാണല്ലോ വെയിറ്റ് ചെയ്തത് ഇത്രയും നാള്. ഈ പറയുന്ന മോർ ഓവർ കളക്ഷനോ അല്ലെങ്കിൽ കോടികൾ കിട്ടുന്നതിനൊക്കെ കാട്ടി നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച ഈ കുറേ നാളായിട്ട് മലയാള സിനിമയിൽ ഡിഫറെൻറ്റ് ജോണേഴ്സ് വരുന്നതുകൊണ്ട് അതിഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇന്നത് കൊള്ളാമെന്ന് കേട്ടിട്ട് അങ്ങനെ ഭയങ്കര സെപ്പറേറ്റ് ചെയ്താണല്ലോ ആൾക്കാർ തിയേറ്റേഴ്സിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അന്നും ഞാൻ എപ്പോഴും സിനിമ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് എന്നെ തീരുമാനിച്ചതാണ് ഈ അപ്പൂപ്പനും അമ്മൂമ്മയും കുട്ടികളും ചേട്ടന്മാരും എല്ലാവരും അച്ഛനും അമ്മയും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളൊരു ഓണത്തിന് സിനിമ കാണാൻ പോകുന്നതിൻ്റെ അത് ഞാൻ തിയേറ്റർ വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടി. അതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ഈ നമ്മൾ 8 വർഷം എന്നൊക്കെ പറയുമ്പം അതൊരു ചെറിയ കാലയളവല്ല അല്ലേ? നമ്മൾ അത്രയും ക്രിയേറ്റീവായിരിക്കുന്ന വൈബ്രൻ്റ് ആയിരിക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ ആ ഒരു 8 വർഷം ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പം എപ്പോഴെങ്കിലും ചടച്ചിട്ടുണ്ടോ? എല്ലാവരും എൻ്റെ അടുത്ത് എന്താണ് ആ ഒരു ഇതിൻ്റെ എന്ന് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ആ പേഷ്യൻസ് എനിക്ക് ആയിരുന്നു തോന്നുന്നത് ഏറ്റവും വലിയ പേഷ്യൻസ്. കാരണം ഞാൻ അങ്ങനെ ഒരു സറണ്ടേർഡ് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഗോയിൻ എ ഫ്ലോ, എന്താണോ സംഭവിക്കുന്നത് അതേപോലെ പോട്ടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങനെ ഒരു ഡെസ്പറേറ്റ് ഇഷ്യൂയോ കേൾക്കും. നമ്മൾ പലയിടത്തും നമ്മളെ ചിലർ കളിയാക്കും, ചിലപ്പം ടോവി പറ്റിക്കോ, നീ വെറുതെ നിന്റെ ജീവിതം കളയുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്തൂടെ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര കോമഡി ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ അസിസ്റ്റൻസ് AD ആവണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ എന്നെ കുറേ നാളായിട്ട് കണ്ട് വിളിക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ അസോസിയേറ്റ് നമ്പർ തരാം, ശരത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ 8 years കഴിഞ്ഞിട്ട് ഒരു 2-3 years മുന്നേ ആണല്ലോ നമ്മൾ പ്രോപ്പർ എല്ലാ അസിസ്റ്റൻസിനെയൊക്കെ കൂട്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവൻ അന്ന് ഈ വിളിച്ച പയ്യൻ തിരിച്ചു വിളിച്ചു, ശരത്ത് അങ്ങോട്ട് വിളിച്ചു. അപ്പോഴത്തേക്ക് ഇങ്ങനെ ജിതിനെ കോണ്ടാക്ട് ചെയ്തില്ല, ജിതിൻ്റെ നമ്പർ തന്നത്. ഓക്കെ. അപ്പോൾ ആ പയ്യൻ എൻ്റെ അസോസിയേറ്റിനോട് ചോദിച്ചത്, ചേട്ടാ ഇത് ഇപ്പോഴെങ്ങാനും തുടങ്ങുമോ? അപ്പോൾ ആർക്കും ഇത് തുടങ്ങുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. എനിക്കും സുഹിത്തേട്ടനും മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് ഈ സിനിമ സംഭവിക്കും എന്നുള്ള ഒരു എന്താണ് ആ ഒരു ഉറപ്പ് നമുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ഘട്ടത്തിലും അതുണ്ടായിരുന്നു അല്ലേ? ഈ ലേറ്റ് ആകുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പയ്യൻ വന്നോ AD ആവാൻ? ഇല്ല. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, ഇപ്പം ചില സമയത്ത് ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നാവട്ടെ ഒക്കെ പ്രഷർ ഉണ്ടാവില്ല, ഇപ്പം ഒന്നും ചെയ്യുന്നില്ല, അല്ലെ റിസൾട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ ഡെസ്പായ ഒരു മൊമെൻറ്റ് ജിതിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അതിൽ ടുവേർഡ്സ് അതിലേക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പല എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും. ഈ പറയുന്ന ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റ്സും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, ചെറിയ ആഡ്സ്, മ്യൂസിക് വീഡിയോസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. സർവൈവൽ എന്ന് പറയുന്നൊരു സാധനം കൂടെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പിന്നെ അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ പണ്ടേ അങ്ങനെ മറ്റേ പോക്കറ്റ് മണിയൊന്നും വീട്ടിൽ നിന്ന്, അച്ഛൻ പോലീസൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇത് ചെയ്യത്തില്ല. അപ്പോൾ പണ്ടേ അങ്ങനെ വീട്ടിൽ നിന്ന് പൈസ മേടിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് ഏൺ ചെയ്യാന്നുള്ള അങ്ങനെ തന്നെ തുടങ്ങിയിരുന്നു. എൻജിനീയറിങ് കഴിഞ്ഞിട്ടൊരു 1 year ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇരുന്ന് സിനിമ കാണാൻ. അച്ഛൻ പോലീസാന്ന് പറയുമ്പോൾ വീട്ടിൽ ഈ സിനിമ എന്നൊക്കെ പറയുമ്പം ആദ്യം ഒരു ഷോക്കൊക്കെ ഉണ്ടായിരുന്നു, അതോ ഇഷ്ടത്തിന് എന്താ ചെയ്തോ അങ്ങനെയായിരുന്നു? അല്ല, അച്ഛൻ റിയാലിറ്റി പറയുകയാണെങ്കിൽ അവർ എല്ലാം നമ്മുടെ ഒരു നല്ലതിനാണല്ലോ. അപ്പോൾ അച്ഛൻ സ്കൂളിലൊക്കെ, ഞാൻ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നാടകവും മൈമും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെൻറ്റ് ജോസഫിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ക്ലാസ് കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ്. അപ്പോൾ അച്ഛനിടയ്ക്ക് സ്കൂളിൽ വന്നിട്ട് പറയും, ഒരു പരിപാടിക്ക് ഇത് ചെയ്യരുത്, പഠിക്കുന്നില്ല, ഇതെന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ പുറത്തൊക്കെ നാടകമൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരുമായിട്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പോൾ പഠിക്കൽ നടക്കുന്നില്ല എന്നുള്ളൊരിത് കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റൊക്കെ എത്തി സിനിമ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർക്കൊരു ഇതാവുമല്ലോ. ആ സമയത്ത് എല്ലാവരുടെ അടുത്തും പറയുക അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയാതെ അതൊരു ഇതാണല്ലോ. പിന്നെ ഇപ്പോൾ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ഈ പറയുന്ന ഇവരൊന്നും അങ്ങനെ ഫോൺ അത്രയും യൂസ് ചെയ്യാത്ത ആൾക്കാരല്ല. ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കി ഇത് അതിൽ ഒബ്സസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ARM എന്ന് പറഞ്ഞിട്ട്. ആളുകൾ എന്ത് പറയുന്നു, അമ്മയുടെ ബൈറ്റ് കണ്ടിരുന്നു, ഭയങ്കര സന്തോഷത്തില്, ഇത്രയും കഴിവുണ്ടെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അവരുടെ ആ ഒരു ജെന്യുവൻ സന്തോഷമാണല്ലോ അത്. ഞാൻ ബേസിക്കലി ഇങ്ങനെ ചെറിയ ഇൻട്രോവേർട്ട് സീൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് വീട്ടില് വീട്ടിലുള്ള കാര്യങ്ങൾ പറയും, പക്ഷെ സിനിമയിലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഇങ്ങനത്തെ സിനിമയാണെന്നോ അങ്ങനത്തെ കോൺവെർസേഷനൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കണ്ടപ്പോഴത്തേക്കൊരു ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലാത്തൊക്കെ. അവർക്കിപ്പോ ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് സിനിമ എടുക്കുന്നതെന്നല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 2 ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ പാട്ടൊക്കെ കൊണ്ടുപോയി TV-യിലിട്ട് കാണിച്ചായിരുന്നു. പിന്നെ ഈ മറ്റേ ട്രെയിലർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ട്രെയിലറൊക്കെ കാണിച്ചു. അപ്പോഴങ്ങനെ അവർക്കൊരു ജഡ്ജ് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ സിനിമ കണ്ടപ്പോഴത്തേക്കാണ് ഈ ഇപ്പം ടൊവിനോ ആണ് ഇപ്പം എല്ലാവരും
പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സ്റ്റാറിനെ ഒരു സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ വരുമോ എന്നറിയില്ല, ഡേറ്റ് തന്നാൽ തന്നെ കമ്മിറ്റ്മെൻറ്റോട് വരുമോ, ചെയ്യുമോ, തീർക്കുമോ, നീണ്ടുപോകുമോ എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ടൊവിനോയുടെ സിനിമകളുടെ ഇടവേളകളിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഒരു അസോസിയേഷൻ പറയാമോ, എങ്ങനെയായിരുന്നു ടൊവിനോ എന്ന നടനെ ഉപയോഗിക്കുക എന്നുള്ളത്? ടൊവി ഞാനൊരു 10 years ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നേരത്തെ തന്നെ ടൊവിയായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അത് അങ്ങനത്തെ ഒരു ടൊവിക്ക് ഇതായിട്ടുള്ള, ഇപ്പം പല സിനിമകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ടൊവിക്ക് വേണ്ട അർഹതപ്പെട്ട ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല. ഇൻറ്റൻഷനലി ആരൊക്കെയോ ടൊവിയുടേതിനെ മാസ്ക് ചെയ്തിട്ട് വേറെ പെർഫോമൻസിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് പറയായിരുന്നു, ഈ സിനിമയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതിൽ 3 ടൊവിനോ തോമസ് ആയതുകൊണ്ട് ഇത് 3 ടൊവിനോ തോമസുമായിട്ടുള്ള മത്സരമായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അതിനും എത്രയോ ടൈംസ് ഞങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ടൊവി അത് പുൾ ഔട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ പെർഫോമൻസ് ഇപ്പം എല്ലാവരും മണിയനെക്കുറിച്ച് മണിയൻ്റെ ഇത് പറയുന്നതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അത് അങ്ങനത്തെ ഒരു സാധനത്തിൽ ടൊവിനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ലൗഡായിട്ടും അത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡും ആയിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനോട് പിന്നെ അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിനോട് ഇഷ്ടം തോന്നുന്നത്. പക്ഷേ ഏറ്റവും പാടെന്ന് പറയുന്നത് അജയൻ ചെയ്യാനാണ്. അജയൻ ഇത്രയും ഇത് ചെയ്യണം, അങ്ങനെ പാവത്താനായിട്ട് അഭിനയിക്കണം, വേറെ സിനിമകളിലുള്ള ഷെയ്ഡ്സ് വരാൻ പാടില്ല, ടൊവിനോയുടെ ഷെയ്ഡ്സ് വരാൻ പാടില്ല, മറ്റ് 2 ക്യാരക്ടേഴ്സിൻ്റെയും ഷെയ്ഡ്സ് വരാൻ പാടില്ല, ആക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യണം. ഈ പറയുന്ന അണ്ടർ വാട്ടർ ഞങ്ങൾ ഒരു ദിവസം 100 ഷോട്ട് രാവിലെ 4 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ ഒരു 60 feet വെള്ളത്തിൻ്റെ അടിയിൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാണ്. ഞങ്ങൾ 3 ദിവസം പ്ലാൻ ചെയ്തിട്ട് ആദ്യത്തെ 2 ദിവസം ഈ വാട്ടർ പ്യൂരിഫൈ ആവാത്തതിൻ്റെ ഇഷ്യൂ വന്നിട്ട് അത് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ ആ സീക്വൻസിൽ മണിയൻ എൻട്രി ആവുന്ന ഒരു ഇതുണ്ട്. അത് നമ്മളൊരു ഡൂപ്പ് മറ്റേ ആക്ഷൻ ചെയ്യുന്ന ഒരാളിനെ വെച്ചിട്ടാണ് ചെയ്തത്. ആ ആൾക്കൊരു 3 feet or 5 feet പോലും താഴോട്ടേക്ക് പോകാൻ പറ്റാതെ പുള്ളി സഫോക്കേറ്റഡ് ആയിട്ട് പുള്ളീനെ പുറത്തു കൊണ്ടുവന്ന് ആശുപത്രിയിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ആ ആൾക്ക് ഒരു 5 minute ഇത് ചെയ്യാൻ പറ്റാതെ രാവിലെ 4 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ 100 ഷോട്ട് ഈ 60 അടിച്ച ഒരു 40 feetോളം നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കണ്ണ് കാണാൻ പറ്റത്തില്ലല്ലോ, അഭിനയിക്കണം. ആ സീക്വൻസ് കാണുമ്പോൾ അറിയാം, ഈ ആമ പോകുമ്പോൾ ഇങ്ങനെ നോക്കണം, ഈ ഹീലാവുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കണം, ഇടയ്ക്ക് പോയി മറ്റേ സ്കൂബ ഡൈവേഴ്സിൻ്റെ ഈ ഓക്സിജൻ ഇത് ചെയ്യണം, വെള്ളത്തിൻ്റെ അടിയിൽ അഭിനയിക്കണം ലിറ്ററലി. നമുക്ക് സാധാരണ മറ്റത് ചെയ്യാം, ഏത് ക്യാമറയുടെ മുന്നേ നമുക്ക് അണ്ടർ വാട്ടർ അല്ലാതെ അഭിനയിക്കാം. പക്ഷെ അണ്ടർ വാട്ടറിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ടൊവിക്ക് മാത്രം പറ്റുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ പിറ്റേ ദിവസം കാരക്കുടി പോയിട്ട് ഈ താടി വഴിച്ചിട്ട് കുഞ്ഞിക്കേളൂരിലോട്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ടൈം ഇത് ഇഷ്യൂ വന്നതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് എടുക്കേണ്ട, കാരണം അത് ഓൾറെഡി പ്രീവിയസും ഷോർട്ട് ഡിവിഷനും എല്ലാം കറക്റ്റ് ഉണ്ട്. നമുക്കറിയാം 100 ഷോട്ട് വേണം, ഇതെങ്ങനെ 3 ദിവസം ഷൂട്ട് ചെയ്യാതിരുന്നത് എങ്ങനെ തീർക്കും എന്ന് പറയുമ്പോഴും ടൊവിയാണ് ഇല്ല നമുക്കത് തീർക്കാം, ഞാൻ നേരത്തെ വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ നേരത്തെ എത്തുന്നതും. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരാൾ നമുക്ക് ഇപ്പോൾ ഡിലേ എന്നുള്ളതിൻ്റെ അല്ല, അത് പല സാധനങ്ങളും ഇങ്ങനെ അത് സംഭവിക്കേണ്ട സമയത്തല്ലേ സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മളോടൊപ്പം അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് ഉള്ളതാണല്ലോ ഇങ്ങനത്തെ സിനിമ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ ഒരു 4 മാസം അല്ലെങ്കിൽ 4-5 മാസം ഇതിനു വേണ്ടി മാറ്റി നിർത്തുക, പിന്നെ കളരി പഠിക്കുക, അങ്ങനത്തെ എല്ലാ ഇതും വേണമല്ലോ.
ആ രീതിയിൽ എല്ലാ എഫേർട്ടും കംപ്ലീറ്റ്ലി എടുത്തിട്ടാണ് ഈ സിനിമയിലേക്ക്. അതിപ്പം ജിതിൻ ടൊവിനോട് സിനിമ പറയുമ്പം അന്ന് ടൊവിനോ അങ്ങനെ ഒരു സ്റ്റാർ ആയിട്ടില്ല അല്ലേ. ഇപ്പം മിന്നൽ മുരളിക്ക് ഒന്നും ശേഷമല്ല, അതിലേക്ക് എത്രയോ മുമ്പാണ്. അപ്പം അന്ന് ടൊവിനോ ഇങ്ങനെ ഗോദ കഴിഞ്ഞപ്പോഴാണ്. അപ്പം അന്ന് നമ്മൾ ടൊവിനോ ഒരു സൂപ്പർ ഹ്യൂമൻ ആയിട്ടോ എങ്ങനെയും കണ്ടിട്ടില്ല. അവിടെ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അന്ന് തോന്നാൻ കാരണം എന്താ? അത് നിങ്ങളുടെ ഒരു സൗഹൃദമായിരുന്നോ അല്ലെങ്കിൽ ആ നടനിലുള്ള ഒരു പൊട്ടൻഷ്യൽ തന്നെയായിരുന്നോ? ടൊവിയുടെ പൊട്ടൻഷ്യലും ഉണ്ട്, അങ്ങനത്തെ ഒരു ചെയ്യുന്ന, അതായത് ആ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കാണല്ലോ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇവോൾവിങ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ടൊവിക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ്. കാരണം എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ചോദിക്കും, ബ്രോ ഏത് തരം സിനിമ ചെയ്യാനാണ് ബ്രോന്. ഗോദയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത സിനിമ ചെയ്യാം എന്നുള്ള പ്ലാനുണ്ട്, പക്ഷെ അങ്ങനെ സബ്ജക്റ്റൊന്നും എനിക്കിതുവരെ ആയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കും, അപ്പം ടൊവിക്കും അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനോ അല്ലെങ്കിൽ വരുന്നത് ഇഷ്ടപ്പെടുന്നത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ടൊവിയുടെ ഒരു ഇത്. അപ്പം സുചേട്ടൻ ഈ പറയുന്ന എൻ്റെ ഒരു അസോസിയേറ്റ് ശ്രീജിത്ത് ത്രൂ ആണ് എനിക്ക് സ്ക്രിപ്റ്റ് അയക്കുന്നത്. ഗോദയുടെ സമയത്ത് സ്ക്രിപ്റ്റ് കിട്ടുന്നു, പക്ഷെ ഷൂട്ടായതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല. ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചിവിടെ നാട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ വായിക്കുന്നത്. വായിച്ച ഉടനെ തന്നെ ഞാൻ സുചേട്ടനെ വിളിച്ചിട്ട് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിച്ച് പറയാം. ഇത്രയും വലിപ്പമുള്ള സിനിമയായിരുന്നു? അല്ലല്ല, അത് ഭയങ്കര ചെറിയ വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു 3 ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 3 ക്യാരക്ടേഴ്സ്. പക്ഷെ അങ്ങനെ പറയുന്ന ഈ മീറ്റിയോർ അങ്ങനത്തെ ആ ഫാൻറ്റസീസ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ അത് ആഡായി വരുമായിരുന്നു. ഓക്കെ. ഇപ്പം ഈ സുജിത്തേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഇതിലെ ആർട്ടിസ്റ്റുകൾ പലരും പറഞ്ഞു അത് വായിച്ചാൽ സൂപ്പർ ഡീറ്റെയിൽഡ് ആണ്. കാരണം ഒരു ക്യാരക്ടറിന്റെ എനിക്ക് തോന്നുന്നു അത് സിനിമയുടെ ഒരു ചട്ടക്കൂടിനകത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കുറേ നമുക്ക് കട്ടായി പോയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ, ലേയേഴ്സ്. അത് സുചേട്ടൻ്റെ എഴുത്തെന്ന് പറയുന്ന ഒരു നോവൽ എഴുതുന്ന പോലെ, ഒരു നോവൽ വായിക്കുന്ന പോലത്തെ ഒരു ഡീറ്റെയിലിങ്ങും ഭയങ്കര, നമുക്കത് വായിക്കുമ്പം തന്നെ അതിൻ്റെ വിഷ്വൽ കറക്റ്റ് കിട്ടും. അപ്പം ഞാൻ സുചേട്ടൻ്റെ അടുത്ത് പറയാറുണ്ട്, പണ്ട് പത്മരാജൻ സാറൊക്കെ ആണെന്ന് തോന്നുന്നു ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീൻ പ്ലേ എഴുതുന്നത്. അപ്പോൾ അവർക്ക് ഏതൊരു ഡയറക്ടറിനും അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് സ്ക്രീൻ പ്ലേ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ വിഷൻസ് അല്ലെങ്കിൽ വിഷ്വൽസ് അതിൽ കൂടെ കിട്ടും. മനസ്സിലായില്ല? അതായത് ഒരുപാട് കിട്ടും. അല്ലാതെ ഇന്ന ആള് റൂമിൽ ഇരുന്ന് ഇന്നത് സംസാരിക്കുന്നു എന്നുള്ള അല്ലാതെ ആ വീട് ഇങ്ങനെയാണ്, അതിൻ്റെ ചുറ്റുപാട് ഇങ്ങനെയാണ്, ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കാൻ വന്നതാ, അപ്പം അത്രയും ഡീറ്റെയിൽ ആയി എഴുതുമ്പം അതുപോലെ നമുക്ക് പകർത്താൻ പറ്റില്ല. അതേസമയം അതിൻ്റെ ഒരു എന്താ പറയുക, അന്തസത്ത ചോരാതെ നമുക്ക് എടുക്കുകയും ചെയ്യണം. ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ നിന്ന് തന്നെ വന്നതാണോ അതോ ജിതിൻ്റെ മാത്രം ഒരു? അല്ല, നമ്മൾ തമ്മിലുള്ള, എനിക്ക് തോന്നുന്നു സുചേട്ടൻ്റെ ചേട്ടൻ ഈ പറയുന്ന സുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ അതായത് സുചേട്ടൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനേയും കാട്ടി ഈ കഴിഞ്ഞ 7-8 വർഷം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ, കാരണം ഞാൻ അധികം സിനിമ കാണുന്ന ഒരാളും സുചേട്ടൻ ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കുന്ന ഒരാളും. അപ്പോൾ എൻ്റേത് വളരെ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനത്തെ ഓറിയൻറ്റഡും, സുചേട്ടൻ കുറച്ചുകൂടെ എഴുത്ത്, ലിറ്ററേച്ചർ, ആ ഒരിത്. പിന്നെ നമുക്ക് നേരത്തെ ഉള്ള ഒരു ചലഞ്ചിങ് ഈ ഇങ്ങനത്തെ പീരീഡ് സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയലോഗ്സ് ഒരിക്കലും ഈ ഡ്രമാറ്റിക് ആവാനും പാടില്ല. അതാണ് അത് സുചേട്ടൻ്റെ ഒരു 1 ലൈനിൽ തന്നെ അത് വളരെ എവിഡൻ്റ് ആയിരിക്കും. അതിനകത്ത് തന്നെ ആ 1 ലൈനിൽ തന്നെ എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനും മുകളിൽ ആ 1 ലൈനിൽ തന്നെ കാണാം. ഓക്കെ ഓക്കെ. അതുപോലെ ഈ തിരുവനന്തപുരത്തു നിന്നുള്ള ജിതിൻ അങ്ങേയറ്റത്ത് കാസർഗോഡ് കിടക്കുന്ന റൈറ്ററാണ്. പിന്നെ അവിടുത്തെ ഒരു മിത്തും കഥകളും ഒക്കെ ട്രിവാൻഡ്രം സൈഡിലേക്ക് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ലല്ലോ, ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാവില്ലേ? അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എങ്ങനെയായിരുന്നു? എനിക്കിങ്ങനെ ഈ ഫോക്ലോർ സബ്ജക്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ചിലപ്പം ബേസ്ലാൻഡിൽ നിന്നൊക്കെ ഇത് ചെയ്തിട്ടുള്ളതാണ്. കാരണം ബേസ്ലാൻഡിന് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ, നമ്മൾ ഏതൊരു ജോണറും വളരെ റൂട്ടഡായിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു സാധനം പണ്ടേ പറയുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കുഞ്ഞിരാമായണം ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനകത്ത് കുറേ മിത്തും ഇത് എല്ലാ സാധനങ്ങളും, ചെറിയ ഹൊറർ എലമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അത് വളരെ സട്ടിലായിട്ടാണ് അത് സെർവ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ സുഹിത്തേട്ടൻ ഇങ്ങനെ ഒരു സാധനം അയക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ആയിപ്പോയത് എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കുറേ സിനിമകളുണ്ട്. അതിൻ്റെ എല്ലാ എലമെൻറ്റ്സ് ഇതിനകത്തേക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഈ ഫോക്ലോർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഞാൻ ഒരുപാട് ഇങ്ങനെ മറ്റേ ട്രഷർ ആൻഡ് ഇന്ത്യാന ജോൺസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ടൈപ്പ് സിനിമകളും സീരീസും അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ചെറിയ ബുക്കിൻ്റെയൊക്കെ സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ ഇത് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു എലമെൻ്റ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഈ 3 കാലഘട്ടം. അപ്പോൾ എനിക്ക് ഈ ഫോണുള്ള അതിന് മുന്നോട്ടുള്ള സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഇനിയും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തിന്റെ കഥ പറയില്ല, ഇല്ല. അതോ ഫോൺ ഒഴിവാക്കി പറയോ? ഇന്നത്തെ കാലത്തുള്ള കഥ പറയില്ല. ആണോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഒരു 7-8 വർഷമായിട്ട് ഒരുമിച്ച് ഇതിൻ്റെ പിറകെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ കഥകൾ സുഹിത്തേട്ടന് എഴുതുമ്പോഴെല്ലാം നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് വച്ചേക്കുന്നതെല്ലാം നമ്മളങ്ങനെ ഇൻറ്റൻഷനലി വലുതേ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. പക്ഷെ സുഹിത്തേട്ടൻ്റെ ഞങ്ങൾ ചുമ്മാ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ബേസിലിൻ്റെയൊക്കെ അസോസിയേറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേരുണ്ട്. അപ്പോൾ ഡിബിലേട്ടൻ, അപ്പം പുള്ളിക്കാരനുമായിട്ടൊരു സിനിമ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, സുഹിത്തേട്ടൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 50 കോടി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം വലിയ കഥകളാണ്. അപ്പോൾ അല്ല സുഹിത്തേട്ടൻ ഭയങ്കര ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഇമോഷനും ഒക്കെ ഉള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ പറയും, ചേട്ടാ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല, മറ്റേതാണെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനത്തെ വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഐ അപ്പീലിങ് അങ്ങനത്തെ പരിപാടികളാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ ഈ ഫോണുള്ള സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്നോ എനിക്കറിയത്തില്ല. അല്ല, ഓക്കെ, പക്ഷെ ഇഷ്ടം അതല്ല എന്ന് പറയുമ്പോൾ എന്ന് വെച്ചപ്പോൾ അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പുകൾ പറയാം, അല്ലെങ്കിൽ അല്ലാത്ത ഡ്രാമകൾ പറയാം, അതിനേക്കാളൊക്കെ ഈ പീരിയഡ് സിനിമകൾ തന്നെയാണ് ഇഷ്ടം. അതും ഫിക്ഷണൽ ആയിട്ടുള്ള പീരീഡ് ഫിലിംസ്, അല്ലാതെ അങ്ങനെ ബയോപിക് അങ്ങനത്തെ ഒറിജിനൽ സ്റ്റോറീസോ അല്ലെങ്കിൽ ആ കാലഘട്ടത്ത് ഇങ്ങനത്തെ ചെരുപ്പായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സായിരുന്നു അതും ഇതില്ല. കുറച്ചൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ ഫ്രീഡം, നമുക്ക് ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന സിനിമയിൽ ടൈമില്ല, സ്പേസ് ഇല്ല, അതെല്ലാം നമ്മുടെ ടൈമും സ്പേസും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പൊ ലോജിക്കൽ ഇഷ്യൂസും ആരും ചോദിച്ചു വരരുത്, സമ്മതിച്ചു തരത്തില്ല. ഓക്കെ. ഈ സിനിമ കണ്ടിട്ട് ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ കാണുമായിരുന്നേ, ഒരുപാട് പോസ്റ്റുകളും കമന്റുകളൊക്കെ വരുന്നതിൽ അതിനൊക്കെ ജിതിന്റെ മറുപടി ഞാൻ കാണാറുണ്ട്. അത്ര ആക്റ്റീവാണ് അതോ എന്താ ഒരു ക്യൂരിയോസിറ്റി ആണോ, എന്താണ് ആളുകൾ പറയുന്നത്? അല്ല, നമ്മളിങ്ങനെ എനിക്കറിയത്തില്ല, എനിക്ക് ഈ സെലിബ്രിറ്റീസ് ഇടുന്നത് മാത്രം ഷെയർ ചെയ്യുക, അവരുടെ പോയി കമന്റ് ചെയ്യുക, നമ്മളെല്ലാവരും ഒരേപോലെ കാണുക എന്നുള്ള അവരാണല്ലോ നമ്മുടെ യഥാർത്ഥ ഓഡിയൻസ്. അങ്ങനെ ഇപ്പോൾ സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു 4-5 പേരെ വിളിച്ചിട്ടുള്ളൂ. അതെല്ലാം ഹാപ്പി ആക്കുന്ന ആൾക്കാരാണ് വിളിച്ചത്. അല്ലാതെ അങ്ങനെ നമ്മളങ്ങനെ ഞാനും സുഹിത്തേട്ടനും വളരെ ഒതുങ്ങിക്കൂടി ഒരു സൈഡിൽ കൂടെ നമുക്ക് പറയേണ്ട സിനിമകൾ ചെയ്യുക, അത് ആരാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ കൂടെ നിന്ന് ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിൽ പോവുകയാണ്. അപ്പം ഞാനും സുഹിത്തേട്ടൻ്റെ ഇടയ്ക്ക് പറയും, ഈ പറയുന്ന 7-8 വർഷമായിട്ട് ഇപ്പം 5 അലമാര നിറച്ച് നന്ദി മാത്രമായിട്ടുണ്ട്, ഇനി നമുക്ക് കാശൊക്കെ മേടിച്ച് ചെയ്യണം. ഈ ജിത്തിനെ കാണുമ്പോഴേ ഇങ്ങനെ ഭയങ്കര എപ്പോഴും ഗ്ലാസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ വേറൊരു ലുക്കിലാണല്ലോ, ഭയങ്കര ഫ്രീക്കാന്നൊക്കെ നമുക്ക് തോന്നും. സംസാരിക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ സ്ലോ ആയിട്ട് ഭയങ്കര മട്ടിലാണ് സംസാരിക്കുക. അത് പറയുമ്പോൾ തന്നെ ഈ ടോവിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഒരു മട്ട് കണ്ടോ ഇങ്ങനെ സിനിമ ചെയ്യും തോന്നില്ല. അതെന്ത് ഈ മട്ട എവിടുന്ന കിട്ടി? അതെനിക്കറിയത്തില്ല. എല്ലാവരും നമുക്കിപ്പോഴും ഒരു ലോക്കി അല്ലെങ്കിൽ മറ്റേ അണ്ടർഡോഗ് ഇങ്ങനെ ആ ഒരു രീതിയിൽ പോവുക, അത് എൻ്റെ ഒരു നേച്ചറായിരിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷെ ചിലരെ കാണുമ്പോഴത്തേക്ക് ഇവനെ കൊണ്ട് പറ്റുമോ, അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ സിനിമ കണ്ടിട്ട് എന്നെ എത്ര പേരാണ്
കൂടെ പഠിച്ചവരും അല്ലാത്തവരും ഒക്കെ എടാ സത്യത്തിൽ നീയാണോ ഈ സിനിമ ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞ് കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. നല്ല ബുദ്ധിയാണ്. അങ്ങനെ വേറെ ആരാ വീട്ടിൽ സിബ്ലിങ്സ് ഉണ്ടോ? ചേച്ചിയുണ്ട്. ഓക്കെ ഓക്കെ. ചേച്ചി എന്താ സിനിമ ചേച്ചിയും ടെക്നോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക്. ഈ സിനിമ കണ്ടിട്ട് കേട്ടൊരു ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഒരു കമന്റ് എന്തായിരിക്കും? കുറേ കേട്ട് കാണും എന്നാലും അങ്ങനെ ചോദിച്ചാൽ കുറേ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന ഇതെന്നുള്ളതെന്ന് ഈ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച കുറേ സാധനങ്ങളുണ്ട്. അത് ആൾക്കാർ നോട്ടീസ് ചെയ്ത് പറയുമ്പോഴത്തേക്കൊരു സന്തോഷമാണ്. എനിക്ക് അത് പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലും നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാലും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മറ്റേ അതർ ഫോൾഡർ ഉണ്ടല്ലോ. അപ്പോൾ അതർ ഫോൾഡറിൽ ഇഷ്ടംപോലെ മെസ്സേജ് ഉണ്ട്. അതൊന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഒരു 100 പേര് മെസ്സേജ് അയക്കുമെങ്കിൽ ഒരു 10 പേരും പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ടൈം, തേർഡ് ടൈം. അപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് അങ്ങനെ ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്നുള്ളത് അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു. കാരണം ഇങ്ങനത്തെ സാധനങ്ങളിപ്പം അതിൻ്റെ സ്റ്റാർട്ടും അത് എവിടെയാണ് അതിൻ്റെ ഇത് എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവർ പോയിട്ട് ആദ്യം കണ്ടതിൽ ഇന്നത് കൂടുതൽ ഡീറ്റെയിൽ മനസ്സിലായത് സെക്കൻഡ് വാച്ചിലായിരുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇത് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ അർത്ഥം ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. സെക്കൻഡ് വ്യൂവിങ്ങിലൊക്കെ കൂടുതൽ വായനകൾ. അതെ അതെ. ഈ മണി എന്നുള്ള കഥാപാത്രമാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടത്. കാരണം അതിൽ നമ്മൾ ടൊവിനോനെ കണ്ടിട്ടില്ല, ഈ പറഞ്ഞ ഒരു ക്യാരക്ടറും കണ്ടില്ല. പിന്നെ ടൊവിനോയുടെ ഒരു എനർജി, അത് ചെയ്ത വിധം ഭയങ്കര രസമായിട്ട് അത് ചെയ്തു. മണീൻ്റെ ഒരു ബ്രീഫ് എങ്ങനെയാണ് കൊടുത്തത്? ആ ക്യാരക്ടർ എങ്ങനെയാണ് നിങ്ങൾ ഒരുക്കിയത്? ഒന്ന് ആ സ്ക്രിപ്റ്റിൽ തന്നെ അത്രയും ഡീറ്റെയിലിംഗ് സുഹിത്തേട്ടൻ എല്ലാ ക്യാരക്ടറിനും അങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിങ്ങനെ ടോവി എൻ്റെ അടുത്ത് എടാ നീ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ സിനിമയിലുള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ വെച്ചിട്ടൊരു 3 പേരുടെയും ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിരുന്നിട്ട് അജയൻ എങ്ങനെയാണ് അജയൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഒരു സാധനം കൊടുത്തു. പിന്നെ അതേപോലൊരു ഗ്രാഫ് നമ്മൾ ഓരോ ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ടിൽ ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ എല്ലാം വരച്ച് ഡോക്യുമെൻ്റായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ എൻജിനീയറിംഗ് പഠിച്ചതിൻ്റെയൊക്കെ ഒരു ഗുണമാണോ, പിന്നെ എൻ്റെ കൂടെ അസോസിയേറ്റ് ശരത്തും ശ്രീജിത്തും ഇവരെല്ലാം നമ്മുടെ ഒപ്പം ഒരു സാധനം പറയുമ്പോഴത്തേക്ക് അവർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഒരു വേ കീപ്പ് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് സിനിമ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ പോലും ആരും സമയത്തിന് ഇത് ഫോളോ ചെയ്യത്തില്ല എന്നൊക്കെ ഉള്ളത് മനസ്സിലായി. അത് ചിലപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം ഞാൻ അങ്ങനെ ഫിലിം സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും നമ്മൾ ഈ ഓൺലൈൻ കാണുന്ന ഫിലിം മേക്കിങ്ങും മാസ്റ്റർ ക്ലാസ്സും ഒക്കെ അതിങ്ങനെ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് അത് കാണുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ആർട്ടിസ്റ്റിൻ്റെ അടുത്തുള്ള ബ്രീഫിംഗ് ആണെങ്കിലും ടെക്നീഷ്യൻസിൻ്റെ അടുത്തുള്ള ബ്രീഫിംഗ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റോറി ബോർഡ് നമ്മൾ ഫുൾ കളർ സ്റ്റോറി ബോർഡ് ചെയ്തു. അപ്പോൾ അത് വിമലേട്ടൻ്റെ നിന്ന് പഠിച്ചൊരു സാധനമാണ് മൊയ്തീൻ ചെയ്യുന്ന സമയത്ത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം. അപ്പോൾ അതേ സെയിം സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ നമ്മൾ വരപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മാർവലിൻ്റെ ഫിലിംസ് എല്ലാം അവർ പ്രീ വിഷ്വലൈസേഷൻ ചെയ്യും. പിന്നെ അല്ലാതെ ഇവിടെ രാജമൗലി സാറും അങ്ങനത്തെ വലിയ സിനിമകൾ ചെയ്യുന്നവരാണ് ഈ പ്രീവിയസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളൊരു 40 മിനിറ്റ്സോളം പ്രീവിയസ് ചെയ്യുന്ന സമയത്ത് ഈസിയാണ്. അതായത് ഇപ്പം നമുക്ക് പ്രൊഡ്യൂസറിനെ പോലും ഈ സാധനമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കൺവിൻസ് ചെയ്യാൻ. എന്നാൽ അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ അതെനിക്ക് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്തെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതില്ലാതെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 10 days എടുക്കുന്ന സാധനം ഇത് വച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു 7 days ആവും. കൺഫ്യൂഷൻ ഇല്ല. അപ്പം ഈ 3 daysലുള്ള ഷൂട്ടിംഗ് കോസ്റ്റേ നമ്മൾ ഈ പ്രീവിയസ് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ ആ കോസ്റ്റിന് നമുക്ക് സിനിമയുടെ കുറേ ഏരിയ കവർ ചെയ്യാൻ പറ്റും. 3D ആക്കാൻ തീരുമാനിച്ചത് തുടക്കത്തിലേ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നോ?
തുടക്കത്തിലില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഷമീറേട്ടനും ജോമോൻ ചേട്ടനും ഒക്കെ കേട്ടപ്പോഴത്തേക്കും അവർ 3D അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇപ്പം നമുക്ക് ഇന്ന തിയേറ്ററിൽ പോയി 3D കണ്ടാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നല്ല 3D തിയേറ്ററിൽ ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത 3D തന്നെ ആയിരിക്കും. ആണല്ലേ. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് 3D ക്യാമിലല്ല, പോസ്റ്റിലാണല്ലോ റെൻഡറിങ് ആണ് 3D ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം വിമർശനങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. 3Dയിൽ കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. അത് ഈ തിയേറ്റേഴ്സിലെ ആ ഒരു സൗകര്യങ്ങളുടെ ഇഷ്യൂ ആണ്. അത് രണ്ട് രീതിയിലാണുള്ളത്. ഇപ്പം ചില തിയേറ്റേഴ്സിലുള്ള സോഫ്റ്റ്വെയർസ് ഇതിനെ കംപ്രസ് ചെയ്തിട്ട് അങ്ങനത്തെ പ്രൊജക്ടേഴ്സിൽ ഇത് കാണിക്കുന്ന സമയത്ത് ചെറിയ മിനിയേച്ചർ ഫീൽസ് ഈ 3Dയിൽ വരും. ചില തിയേറ്റേഴ്സിൽ അത് ഓൾറെഡി നമ്മുടേത് കൂടുതലും നൈറ്റൊക്കെയാണ്. അപ്പോൾ ഈ കറുത്ത കണ്ണാടിയും കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് ആ ലൂമിനൻസ് വീണ്ടും കട്ടാവും. അപ്പോൾ അത് ചില തിയേറ്റേഴ്സിൽ വരും. ചില തിയേറ്റേഴ്സിൽ ഈ പറയുന്ന ഇപ്പോൾ നല്ല മെയിൻ്റനൻസ് ഇല്ലാത്ത പ്രൊജക്ടേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ, ലേസർ അല്ലാത്ത പ്രൊജക്ടർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലിക്കറിങ്ങോ ഗ്ലിച്ചോ അങ്ങനത്തെ സാധനങ്ങൾ വരും. ഇതൊന്നും ഇല്ലാതെ പ്രോപ്പർ ഒരു 4K അല്ലെങ്കിൽ ലേസർ പ്രൊജക്ടർ അല്ലെങ്കിൽ ഡുവൽ ആണെങ്കിലോ അപ്പോഴാണ് അതിൻ്റെ ഫുൾ ആ ബിഗ് സ്ക്രീനിൽ അതിൻ്റെ ഡെപ്തും എല്ലാവരും വിചാരിക്കുന്നത് ഈ കണ്ണിലേക്ക് വരുന്നതാണ് 3D. അതല്ല. ഇപ്പം നമ്മൾ അവതാർ 1ഉം അവതാർ 2ഉം കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ 3Dയുടെ ഡിഫറൻസ് അവരെങ്ങനെ മാറ്റി എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക് മറ്റേ ഇത് ഫ്രണ്ടിലേക്ക് വരുന്നു, ഇത് ഈ കളേഴ്സ് ഇതൊക്കെ കാണുന്നു. പക്ഷെ അവരെല്ലാം അത് മറ്റേ ഷേപ്പ് ഓഫ് വാട്ടറിലത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതവരുടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ മാറുന്നതാണ്. അവർ ഔട്ട് ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസിനെയും കാട്ടി നമ്മുടെയിലും ഔട്ട് ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 10-15 അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ചിലർ പറയും ഈ സിനിമ 3Dയിലാക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ആകെ അവിടെ ഇവിടെയൊക്കെ ഇതുള്ളൂ. പക്ഷെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3D എന്ന് പറയുന്നത് 3 ഡയമെൻഷനിലാണ്. ഈ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ്. അത് പണ്ടത്തെ ഒരു രീതിയാണ്. ഐസ്ക്രീം ഇവിടെ വരിക, അത് പഴയൊരു രീതിയാണ്. അതല്ല അതിൻ്റെ 3D എന്ന് പറയുന്ന പരിപാടി. അതല്ല ബേസിക്കലി. ഇപ്പോൾ 2D 3D ഇറക്കുമ്പോഴേ അങ്ങനെ അതൊരു കുറച്ച് ചാലഞ്ചിങ് അല്ലേ? ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കുറേ പേർക്ക് 2D കാണണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ചിലർ വിളിച്ചിട്ട് അയ്യോ 2D ഇവിടെ കളിക്കുന്നില്ല, 2Dക്ക് ആൾ കുറവാണ്, അല്ലെങ്കിൽ 3Dയിലാണ് ആൾക്കാർ കൂടുതലും എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു ഇതുണ്ട്. പക്ഷേ 2Dയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തേക്കുന്ന ഒരു കളറിങ് പാറ്റേൺ ആയിരിക്കും, 3Dയിൽ വേറൊരു കളർ പാറ്റേൺ ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചലഞ്ച്. അതെ. ഇപ്പം ജിത്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കുറേ ഇൻ്റർവ്യൂസ് കാണും. ഇപ്പോൾ IFFK കണ്ടിട്ട് സിനിമാക്കാരനാവാൻ തീരുമാനിച്ച ആളാണെന്ന് ഞാൻ കേട്ടു. പക്ഷെ നോർമലി IFFK കാണുന്ന ഒരാൾ പോകുന്ന റൂട്ടുണ്ട്. പക്ഷെ ജിത്തിന് ആ റൂട്ടേ അല്ല. ഭാവിയിലും ആ റൂട്ടിൽ പോകാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, ഞാൻ എനിക്ക് തോന്നുന്നു IFFK ഇതും അപ്പുവാണ് എന്നെ ഇങ്ങനെ ഫെസ്റ്റിവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ IFFIക്ക് ഗോവ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. IFFK ട്രിവാൻഡ്രം വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഒക്കെ പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഭയങ്കര മറ്റേ സിനിമ ഇത് ആസ്വദിച്ചു തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2013 IFFKയിലാണ് ഞാൻ തീരുമാനിക്കുന്നത് സിനിമയാണ് ഇത് വഴി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു മ്യൂസിക് വീഡിയോ ചെയ്യുകയും അതേ കൈരളിയുടെ ഫ്രണ്ടിൽ മറ്റേ ഓപ്പോസിറ്റ് സ്റ്റെപ്പ് ഇരുന്ന് ഞാൻ IFFKക്ക് മറ്റേ മീറ്റ് ദ ഡയറക്ടേഴ്സ് കാണുന്നിടത്ത് ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പണ്ട് 2013 ഇവിടെ ഇരുന്ന് ആലോചിച്ചതാണ് ഡയറക്ടർ ആവണമെന്ന്. അവസാനം ഇവിടെ എത്തി എന്നുള്ള രീതിയിൽ IDSFKക്ക് ഫെസ്റ്റിവൽ. അപ്പോൾ അന്ന് മറ്റേ നമ്മുടെ ഈ ബുക്ക്ലെറ്റിൽ, കാരണം ഇത്രയും നാൾ ബുക്ക്ലെറ്റിലൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി മറിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ പടം വരുന്നു, തൊട്ടപ്പുറത്ത് പാരഞ്ജിത്ത് സാറിൻ്റെ ഏതോ ഒരു മ്യൂസിക് വീഡിയോയും നമ്മുടെ അതേ
ഇതിലുണ്ട്, കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഞാൻ ഇങ്ങനെ കാണിക്കുമായിരുന്നു ജിതിൻലാൽ പാരഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലേ? അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളൊരു സറണ്ടേർഡ് എങ്ങനെയാണോ സംഭവിക്കുന്ന ആ രീതിയിലോട്ട്. അങ്ങനിലേക്ക് ആ ആ പിന്നെ ഈ പറയുന്ന FFK പോലെ ഇപ്പോൾ ARM എന്ന് പറയുന്ന സിനിമ വളരെ കൊമേഴ്ഷ്യലി ആയിട്ട് ചെയ്തേക്കുന്നതെന്ന് ഒരു രീതിയിൽ തോന്നും. പക്ഷെ നമ്മൾ അതിൻ്റെ കുറച്ചുകൂടെ അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ആ ലേയേഴ്സ് കാണുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നും അതിന് ഒരു ഫെസ്റ്റിവൽ സിനിമയ്ക്കുള്ള സ്വഭാവം അതിനകത്ത് ഉണ്ടെന്നുള്ളതും മനസ്സിലാവും. അതാണ് എന്നെ നേരത്തെ ചോദിച്ച പോലെ ഇതെല്ലാം പാക്കേജ് ആയിട്ടുള്ളൊരു സാധനം അതിനകത്തുണ്ട്. നമ്മൾ ഇനി ഒരു ഫെസ്റ്റിവൽ കട്ട് സെപ്പറേറ്റ് ഇതിനകത്ത് നിന്ന് പോയ അല്ലെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് കട്ട് പോലത്തെ ഒരു സാധനമായിരിക്കും ഫെസ്റ്റിവൽസിന് കൊടുക്കുന്നത്. അപ്പം അവിടെയും വേറൊരു വേർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ അടുത്ത പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇനി ആ ഒരു സ്റ്റെപ്പ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ചേട്ടാ ഇങ്ങനെ വലിയ സിനിമ അല്ലാതെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന കാശ് വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസ്, അതായത് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ ഒരു സിനിമ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതിങ്ങനെ എവിടെയെങ്കിലും നാട് വിട്ടിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആൾക്കാരുമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 10-15 പേര് പോകുന്നു, എവിടെയെങ്കിലും പോകുന്നു, ഇന്നത് ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, എന്നിട്ട് ഫെസ്റ്റിവൽസിന് അയക്കുന്നു. അല്ലാതെ ഞാൻ ആർക്കും പിടികൊടുക്കത്തില്ല മറ്റേ. കാരണം ഇങ്ങനൊരു ഇപ്പം തന്നെ പറയുന്നുണ്ട് ഇനി ARM ചെയ്തത്, ഇനി നീ അടുത്തത് ഏത് ചെയ്യും, ഇതിലും വലിയ സാധനം ചെയ്യണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ. ഭീഷണി പോലെ അതൊരു ചാലഞ്ചിങ് നിൽക്കുന്നുണ്ടോ അടുത്ത സിനിമ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ ഇത് കുറച്ച് നാളിരുന്നിട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ ഒരു 8-9 പരിപാടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ മൊത്തത്തിൽ. ഈ 8-9 എല്ലാം വരും അല്ലേ? വലുതും ചെറുതും ഒക്കെ വരും. അല്ല, അത് വലുത് തന്നെ ആയിരിക്കും. ഇതിന്റെ ഇടയിൽ ഫെസ്റ്റിവൽ അത് നമ്മുടെ ഈ ഞാനും സുഹൃത്തായിട്ടുമായിട്ടുള്ള കോംബോ പരിപാടികളിൽ വരുന്ന മറ്റേ ഡെഡ്ലി കോംബോ, മണിയനും നാണവും കൂടെ ചേർന്നാലുള്ള ഡെഡ്ലി കോംബോ. ഇത് പറഞ്ഞപ്പോഴാ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിമർശനങ്ങൾ 3Dയുടെ പേരിൽ പറഞ്ഞിട്ട് കുറെ പേര് പല പോയിന്റ് നമുക്ക് അവിടെ പോയിട്ട് എക്സ്പ്ലനേഷൻ എത്ര പേർക്കെന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇപ്പം ഇങ്ങനത്തെ ഇത് കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. അല്ലാതെ എനിക്ക് എല്ലാവരുടെ പോയി നിങ്ങൾ പറയുന്ന 3D എന്ന് പറയുന്ന ഇതല്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം, ഒരു സിനിമയിൽ 2.5 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഫ്രെയിംസ് കാണും. ഈ ഫ്രെയിംസ് എല്ലാം 300-400 ആൾക്കാരിരുന്നിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് ഈ 3D സ്റ്റീരിയോസ്കോപ്പിക് കൺവേർഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ഈ കാണുമ്പോഴത്തേക്ക് ഇത്രയും ഡെപ്ത് അതിൽ തോന്നുന്നത്. അപ്പോൾ ഈ ഓരോ ഫ്രെയിമും ഇത്രയും ആൾക്കാരിരുന്നിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു പ്രോപ്പർ പ്രൊജക്ഷൻ കിട്ടുന്നത്. ഇപ്പം ഞാൻ 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് വരും, ടൈം ഡിലേസ് വരും. ഇപ്പം നമ്മൾ സാധാരണ ക്യാമറ കൊണ്ട് കടന്ന് ഷൂട്ട് ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമ്മൾ തുടർന്നും ചെയ്യുമ്പോഴും ഇതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. ഏറ്റവും ബേസിക്കലി വേണ്ടത് തിയേറ്ററുകൾ കുറച്ചുകൂടി അപ്ഗ്രേഡ് അല്ലേ? പറയാൻ പറ്റുമെന്നറിയില്ല, പല സാഹചര്യങ്ങളുണ്ടാവാം. പല സാഹചര്യങ്ങൾ. പക്ഷേ നല്ല തിയേറ്ററിൽ നിങ്ങൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഈ അടുത്ത സിനിമ എന്ന് പറയുമ്പം എന്തെങ്കിലും ഐഡിയ ഈ ആലോചിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, എന്തെങ്കിലും വർക്ക് തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടോ എന്താ ചെയ്യണ്ടേ? അല്ല, ഇത് ഈ അജയൻ വിളക്കെടുത്ത് കഴിഞ്ഞ സിനിമ തീർന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൺക്ലൂഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ എന്ത് വേണോ കാണിക്കുക എന്നുള്ള ലിബർട്ടിയിലാണ് ആ പോർട്ടൽ ഓപ്പണിംഗ് വെച്ചേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ള ഒരു അടുത്തൊരു നാടൻ ഏലിയൻ ഇൻവേഷൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ് സുഹൃത്തായിട്ടും ഞാനും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചത്. ബാക്കി വേറെ ഒന്നും ആയിട്ടില്ല. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വിളിക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം സീക്വൽ ഒന്നും അല്ല, ഐ മീൻ യൂണിവേഴ്സ് അല്ല അല്ലേ? ഒന്നും അത് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലോട്ട് ആയിട്ടില്ല. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ ഫാന്റസി ഇമാജിനേഷനൊക്കെ അത് തന്നെയാണ് ഫാന്റസി വിട്ടിട്ടുള്ള. ഇപ്പോൾ സുഹൃത്തായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ദിബിലേട്ടൻ്റെത് സുഹൃത്തായിട്ടിന് എനിക്ക് വേണ്ടി എഴുതിയ ഒരു ഇതാണ്. അതൊരു
വാരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബിഗ് സിനിമയാണ്. അപ്പോൾ അത് ഞാൻ പുള്ളിക്കാരന് ആ സ്ക്രിപ്റ്റ് എൻ്റെ അസോസിയേറ്റിന് കൊടുത്തിട്ട് ഞങ്ങൾ അതിലൊരു പ്രൊഡക്ഷൻ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ദിബിലേട്ട കുറേ നാളായിട്ട് നിൽക്കുക. എന്നെയും കാട്ടി വളരെ സീനിയറായിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ നമുക്കങ്ങനെ എത്രത്തോളം ഒരു പുഷ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും കൂടെ രക്ഷപ്പെടുക, എനിക്ക് അങ്ങനെ ഒരു കളക്റ്റീവ് ഒരു ടീമുണ്ടാക്കി എടുക്കുക. അതേപോലൊരു റൈറ്റേഴ്സ് ടീം, അതായത് ഇങ്ങനത്തെ ജോണേഴ്സ് ചെയ്യുന്ന റൈറ്റേഴ്സ്, ഫോക്ലോറും ഫാൻറ്റസിയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് ഒരു കളക്റ്റീവ് ഒരു സ്പേസ് ഉണ്ടാക്കുക. ഇപ്പം അതിൽ ദീപു ഉണ്ടാവും, സുഹിത്തേട്ടനുണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെ വായന കുറവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് കാന്തമല ചരിതം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഒരു ട്രഷർ ഹണ്ട് പോലത്തെ ഒരു 3 പാർട്ട് ബുക്കാണ്. അപ്പോൾ അവരൊരു ടീമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം എഴുതുന്നത് ഇങ്ങനത്തെ ഫുൾ ഫാൻറ്റസി, നാടൻ ഫാൻറ്റസി പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ സാധനങ്ങൾ എഴുതുന്നുമുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഇങ്ങനത്തെ കണ്ടൻസ് ഒന്നും വിഷ്വലി അധികം വരുന്നില്ല. അപ്പോൾ അതിനെത്രത്തോളം സപ്പോർട്ട് ഇപ്പം പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു ഈ നാഗമ്പടത്ത് തമ്പുരാട്ടി എന്ന് പറഞ്ഞിട്ട്. പണ്ട് മറ്റേ ദൂരദർശനിലിരുന്നിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് മറ്റേ നാഗമാണിക്ക് എടുക്കാൻ വേണ്ടി നസീർ പോകുന്നു. നമ്മളെ ഇപ്പോൾ അനന്തഭദ്രമാണെങ്കിലും മൈഡിയർ കുട്ടിച്ചാത്തനാണെങ്കിലും സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയാണെങ്കിലും കൃഷ്ണപ്പരുന്താണെങ്കിലും ഇതെല്ലാം നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉറുമി ഇങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ എത്രത്തോളം ഒരു എക്സ്പോഷർ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടേണ്ട കുറേ ഓഡിയൻസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിനെല്ലാം ഒരുപാട് ബഡ്ജറ്റാവും. അപ്പോൾ ഇത് അത്രയും വയബിൾ ആയില്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് കിട്ടുന്ന കാശിന് അതിലും വലുത് തോന്നിക്കുന്ന രീതിയിലുള്ള സിനിമ ചെയ്യാന്നുള്ള അതാണ് ഞാൻ കൂടുതൽ CGയിൽ കുറേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ നമുക്ക് അത്രയും CG ബഡ്ജറ്റ് എന്നുള്ളതല്ല. ലൈക്ക് കൽക്കിയൊക്കെ ഇത്രയും ബഡ്ജറ്റിൽ CG ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു 2% ഒക്കെയാണ് നമുക്ക് ഇവിടെ പറ്റുന്നത്. ഏലിയൻസ് എന്ന് അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇനി അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. നമ്മൾ കൂടുതൽ ഇപ്പോൾ ഏലിയൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ. ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ, ആരാണ് എന്നൊക്കെ സംസാരിക്കുന്നത്. അപ്പം എഴുത്ത് താല്പര്യമുണ്ടോ അതോ മേക്കിംഗ് ആണോ? എഴുത്ത് എനിക്ക് അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്ന ഞാൻ തന്നെ ഇത് ചെയ്യുന്നു. ചിലപ്പോൾ ഞാൻ ഇനി നാളെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റുമായിരിക്കും. പക്ഷെ എന്നെ എവിടെയോ ഞാൻ ലിമിറ്റ് ചെയ്തിട്ട് ഞാൻ എഴുതുന്നില്ല. പക്ഷെ മറ്റേ എൻ്റെ ബാക്കി പകുതി സുഹിത്തേട്ടൻ എന്ന് പറയുന്ന പോലെ, സുഹിത്തേട്ടൻ്റെ ഉള്ളതെന്ന് പറയുന്ന പോലെ എല്ലാം സുഹിത്തേട്ടനെ കൊണ്ട് ഇത് ചെയ്യും. ഇപ്പോൾ സ്ക്രീൻ പ്ലേ ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ദീപുമായിട്ട് കുഞ്ഞിരാമായണം മുതലുള്ള, അപ്പോൾ ദീപു അഡീഷണൽ സ്ക്രീൻ പ്ലേ ചെയ്യാനുള്ളതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുഹിത്തേട്ടൻ ഇത്രയും എഴുതി വെച്ചേക്കുന്നത് നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിനെ പ്രോപ്പർ ആ ഒരു സ്ട്രക്ചറൽ എഡിറ്റഡ് പാറ്റേണിലേക്ക് ആക്കുക. അതായിരുന്നു അഡീഷണൽ സ്ക്രീൻ പ്ലേ ചെയ്ത ദീപു. അതായത് ഒരു സിനിമാറ്റിക് വേർഷൻ ഓഫ് അതെ സ്ക്രിപ്റ്റ്, പിന്നെ ഇൻപുട്സ്, ഡിസ്കഷൻസ്, അതെല്ലാം പൊളിക്കലും പരിപാടി, ഇതെല്ലാം എല്ലാവരും കൂടെയൊക്കെ ഇരുന്നിട്ടാണ്. ഇടയ്ക്ക് ഇപ്പോൾ അസോസിയേറ്റ് ആണെങ്കിലും നമ്മുടെ വേറൊരു ഫ്രണ്ട് എഡിറ്റർ ക്രിസ്റ്റി, എൻ്റെ നേരത്തെയുള്ള വർക്കെല്ലാം എഡിറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റി. അപ്പോൾ ഇവരെല്ലാം ആ ഒരു കളക്റ്റീവ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെയാണ് അങ്ങനത്തെ ഒരു ഇത് കൾച്ചർ ഇല്ലാത്തത്. ഇപ്പം നമ്മൾ റൈറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു അവിടെ അങ്ങനത്തെ ഒരു ഈഗോ ഇഷ്യൂ ഇല്ല. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒന്നും നമ്മുടെ ടീമിൽ അങ്ങനത്തെ ഒരു ഇതില്ല. എല്ലാരും കൂടെ ഇരുന്നിട്ട് എല്ലാവരുടെ സജഷൻ എടുക്കുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അസിസ്റ്റൻസ് എന്തിന് മറ്റേ നമ്മുടെ ഈ യൂണിറ്റിലുള്ള ചേട്ടന്മാരും എല്ലാം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോലും ഞാൻ അതും ചെയ്യും. നമുക്ക് അങ്ങനത്തെ ഒരു
ഇത് അങ്ങനത്തെ ഒരു ഹൈറാർക്കി ഇഷ്യൂ ഇല്ല. സെറ്റിൽ ചീത്തവിളിയോ മറ്റേ അസിസ്റ്റൻസിനെ ചാടിച്ചു നിർത്തുന്നല്ലോ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ നമുക്ക് സമാധാനം, ശാന്തി, സമാധാനം. ഈ അസോസിയേറ്റ് ആയിരുന്നപ്പോൾ ചീത്ത കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഡിബിലേട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയാം, ഡിബിലേട്ടനൊക്കെ എന്നെ കുറേ ഓട്ടിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറയാം, എൻ്റെ സിനിമയിൽ ഞാൻ ദിബിലേട്ടനെ അസോസിയേറ്റ് ആക്കാതെ ക്രിയേറ്റീവ് ഡയറക്ടർ ആക്കിയത് ഇതുകൊണ്ടാണ്. വേറെ ഒന്നും ചെയ്യണ്ട, ചേട്ടൻ ഇവിടെ ഒരു ചെയറിട്ട് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ശരിക്കും അത് നല്ല, ഐ മീൻ അത് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം എല്ലാ ജോലിക്കും ആ റെസ്പെക്റ്റ് ഉണ്ട്, അത് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പം ഈ ഓണം പറഞ്ഞല്ലോ, ഓണം ബ്ലാസ്റ്റ് ആയിരിക്കും ARM എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഒരു വിജയം അല്ലേ? കംപ്ലീറ്റ്ലി വേറൊരു ജോണർ, അതും ഈ ഒരു ഫെസ്റ്റിവലിൽ നമ്മൾ ചിന്തിക്കാത്തൊരു ജോണർ. ആ സിനിമ കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ ഓട്ടോ ആയതുകൊണ്ട്. പക്ഷെ ദിഞ്ചത്തും ഞാനുമായിട്ട് എത്രയോ നാളത്തെ ബന്ധമാണ്. ഞാൻ ARMൻ്റെ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ ദിഞ്ചത്തിന് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്, എന്നെ ഫീഡ്ബാക്ക് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ദിഞ്ചത്തിനൊരു അനിമേഷൻ VFX ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കക്ഷിയമ്മിണിപ്പിള്ള അത് എത്രത്തോളം ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള മലയാളത്തിൽ ഭയങ്കര വൺ ഓഫ് ദ ഒരു പ്രോമിസിങ് ഡയറക്ടറാണ് രഞ്ജിത്ത്. ബാഹുലിനെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു പണ്ട് ബാഹുല് ഷോർട്ട് ഫിലിം ക്യാമറ ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മൾ അസിസ്റ്റൻ്റൊക്കെ ആയി കഴിഞ്ഞിട്ട് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ജഡ്ജായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ മിക്കവാറും ഫസ്റ്റ് കിട്ടുന്നത് ബാഹുല് ഷൂട്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആയിരിക്കും. ഇപ്പോൾ ആസിഫ് ആണെങ്കിലും കൂടെ ഇറങ്ങിയിട്ടുള്ള പെപ്പയുടെ പടമാണെങ്കിലും ബാക്കി എല്ലാവരെയും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ അറിയാം നമ്മൾ. അങ്ങനെ മറ്റേ അങ്ങനെ ടൂ മച്ച് ഇൻറ്റു ഇൻഡസ്ട്രി അല്ലാത്തത് കൊണ്ട് നേരത്തെ ചോദിച്ച ഏറ്റവും ആദ്യം വിളിച്ചത് ഷാജി കൈല സാറാണ്. ഷാജി സാറിനെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സൊക്കെ ത്രൂ അറിയാം, ട്രിവാൻഡ്രം ആണ്. അപ്പോൾ സാറ് ഭയങ്കര ഇതൊക്കെ ആയിട്ട് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ജിതിൻ്റെ അടുത്തും ഇതുപോലെ ഫാൻറ്റസികൾ നിറഞ്ഞ കണ്ണിങ്ങനെ കണ്ണടയ്ക്കാൻ തോന്നാത്ത. അതെ, ഞാൻ ബേസിക്കലി എല്ലാവരും പറയും ഞാൻ എന്തോ ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ റിയാലിറ്റി ആയിട്ട് അത് എനിക്ക് കാറുണ്ട്. അപ്പം ഞാൻ ഈ കാറ് എനിക്ക് തോന്നുന്നു 80,000 കിലോമീറ്റേഴ്സ് എന്തോ ആയി ഞാൻ ഈ കാറ് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടിക്കാറില്ല. 80,000 ആരോ ഓടിച്ച്? ആരെങ്കിലും ഒക്കെ ഓടിച്ചോണ്ടിരിക്കും. ഡ്രൈവ് ചെയ്യില്ല? ഇല്ല, ഡ്രൈവ് ചെയ്യാൻ അറിയാം, പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ല. കാരണം ഞാൻ വേറെ വേൾഡിലാണ്. ആ ലോകത്തുനിന്ന് നല്ല നല്ല കഥകളുണ്ട്. സിനിമ ARM കാണാത്തൊരു ഇനിയും കാണട്ടെ, വലിയ വലിയ വിജയങ്ങളിലേക്ക് പോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.